So dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ED ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് MSME. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ടു എൻ്റർപ്രണേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് തന്നെ MSME എന്നുള്ള ടേമും അല്ലേ അതുമായി അസോസിയേറ്റുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ നേരത്തെ പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. എന്താണ് ഈ MSME? ക്ലിയർ, അതിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് MSME യൂണിറ്റുകളുടെ പ്രാധാന്യം എന്താണ്, ഓക്കെ, എന്തെല്ലാം പ്രോബ്ലംസാണ് അവർ നേരിടുന്നത്, ഓക്കെ, എന്തെല്ലാം ലിമിറ്റേഷൻസാണ് MSME യൂണിറ്റുകൾക്കുള്ളത്, ക്ലിയർ, അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ക്ലിയർ അസിസ്റ്റൻസും സബ്സിഡീസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസീസും ഓർഗനൈസേഷൻസും എന്തൊക്കെയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഡിസ്കഷനാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കുന്നത്. ക്ലിയർ. ഇപ്പം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് MSME എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ ഇതൊരു പുതിയ അറൈവലാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ടെർമിനോളജിയാണ്. 2006 ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ടെർമിനോളജി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് വരെയൊക്കെ 2006 മുമ്പ് വരെയൊക്കെ MSME ഇല്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, പക്ഷേ വേറൊരു ടേമിലായിരുന്നു നമ്മൾ അതിനെ അറിയപ്പെട്ടിരുന്നത്. എന്തായിരുന്നു അതിൻ്റെ ടേം? SSI എന്നാണ് പറയുന്നത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ക്ലിയർ. അപ്പോൾ ഇൻഡസ്ട്രീസിന് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നും ക്ലാസിഫൈ ചെയ്യും. ക്ലിയർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്മോൾ സ്കെയിലിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക. ഓക്കെ, ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്, അതിന് ചില ക്ലാസിഫിക്കേഷനും ഒക്കെ കൊടുത്തിരുന്നു. ക്ലിയർ. അപ്പോൾ അതനുസരിച്ച് ആ ഡെഫിനേഷൻ വരുന്ന ഇൻഡസ്ട്രീസിനൊക്കെ നമ്മൾ SSI ആയിട്ട് അറിയപ്പെടും. ക്ലിയർ. അതിനുവേണ്ടി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രിയുടെ കീഴിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. ക്ലിയർ. അപ്പോൾ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ്, അതിന് വേറൊരു ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചിരുന്നു. ക്ലിയർ. അങ്ങനെ ഖാദി, വില്ലേജ്, റൂറൽ ഇൻഡസ്ട്രീസ്, ക്ലിയർ, അഗ്രികൾച്ചർ റിലേറ്റഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വെവ്വേറെ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പും ഓർഗനൈസേഷനൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തലത്തിലുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ 2000 ശേഷം ഒരു പുതിയ ഡെവലപ്മെൻറ്റിൻ്റെ കേസസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു മിനിസ്ട്രിയുടെ കീഴിൽ ഒരു ഭാഗമായിട്ട് മാത്രം കാണുന്നതിന് പകരം ക്ലിയർ MSME എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ സെക്ടർ എന്ന് പറയുന്നത്, ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും അതിന് കുറച്ചുകൂടെ ഊന്നൽ നൽകി, കുറച്ചുകൂടെ പ്രാധാന്യം നൽകി, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു? They have brought an act in the parliament. Clear. Parliament ഒരു ബില്ല് കൊണ്ടുവന്നു, MSME ഡെവലപ്മെൻറ്റ് ആക്ട്. ക്ലിയർ. അതിന് പറയുന്നത് MSME ഡെവലപ്മെൻറ്റ് ആക്ട് എന്നാണ്, MSME ഡെവലപ്മെൻറ്റ് ആക്ട്. ഓക്കെ, അപ്പോൾ MSME ഡെവലപ്മെൻറ്റ് ബില്ല് കൊണ്ടുവരികയും അത് പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമമായിട്ട് മാറുകയും ചെയ്തു. എപ്പോഴാണ് അത് കൊണ്ടുവന്നത്? 2006 പാസ്സാക്കിയത്. ക്ലിയർ. സോ ഇറ്റ് ബിക്കം എൻ ആക്ട് ഇൻ ദ ഇയർ 2006. ക്ലിയർ. അപ്പോൾ ഇപ്പോഴും എൻഫോഴ്സിബിൾ ആയിട്ടുള്ളൊരു നിയമമാണ് MSME ഡെവലപ്മെൻറ്റ് ആക്ട് ഓഫ് 2006. ഈ 2006 MSME ഡെവലപ്മെൻറ്റ് ആക്ട് അനുസരിച്ചിട്ടാണ് MSME ക്ലിയർ, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അറേഞ്ച്മെൻറ്റ്, ഓഫീസുകൾ, ക്ലിയർ, ഇതെല്ലാം പ്രവർത്തിക്കുന്നതും അതിന് അതോറിറ്റി കിട്ടുന്നതൊക്കെ. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ പ്രൊവിഷൻ നിന്നുകൊണ്ട് MSMEകൾക്ക് കുറേയധികം കൺസെഷൻസും അതുപോലെ തന്നെ അസിസ്റ്റൻസും കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, റിസർവേഷനും അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെൻറ്റിൽ ക്ലിയർ ഇവരുടെ കൂടെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവർ ചില കാര്യങ്ങളിലെല്ലാം എക്സംപ്റ്റ് ചെയ്യും. ടെൻഡർ ഫോമോ അല്ലെങ്കിൽ ഏർണസ്റ്റ് മണി ഡിപ്പോസിറ്റ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എക്സംപ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ അതിൽ ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ MSME യൂണിറ്റുകൾ, ഇത്തരത്തിലുള്ള ചെറുകിട യൂണിറ്റുകൾ സെൻട്രൽ ഗവൺമെൻറ്റിനോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡ്യൂസ് ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? പൈസ കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കാൻ ഡിലേ വരുന്ന കേസസിൽ, ഡിലേഡ് പേയ്മെൻറ്റ് വരികയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെയുള്ള കുറേയധികം പ്രൊവിഷൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് MSMEകളുടെ അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ താല്പര്യങ്ങൾ, ചെറുകിട വ്യവസായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്ററുടെ കീഴിൽ ഇത് കൊണ്ടുവന്നു. അതോടുകൂടി ഇതൊരു മിനിസ്ട്രി ആയിട്ട് മാറി. ഇപ്പം നമ്മളതിനെ അറിയപ്പെടുന്നത് മിനിസ്ട്രി ഓഫ് MSME എന്നാണ് പറയുന്നത്. ക്ലിയർ. അപ്പോൾ മിനിസ്ട്രി ഓഫ് MSMEയുടെ കീഴിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ സ്മോൾ സ്കെയിലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 3 തരത്തിലുള്ള കാറ്റഗറൈസേഷനാണ് പ്രധാനമായിട്ടും വരുന്നത്. അല്ല, ഏതൊക്കെ എൻ്റർപ്രൈസസ് ആണ് അവിടെ വരുന്നത്? മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ട്, സ്മോൾ എൻ്റർപ്രൈസസ് ഉണ്ട്, മീഡിയം എൻ്റർപ്രൈസസ് ഉണ്ട്.
ക്ലിയർ. ഇത് മൂന്നും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് MSME എന്ന് പറയുന്നത്. ക്ലിയർ. ഇപ്പോൾ ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുന്ന സമയത്ത് MSMEക്ക് പ്രയോറിറ്റി ഉണ്ട്. ക്ലിയർ. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ നേരത്തെ ബാങ്കിങ്ങിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചു അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ് പോളിസി മെഷേഴ്സിൻ്റെ ഭാഗമായി ബാങ്കുകൾക്ക്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ. അങ്ങനെ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി സെക്ടറാണ് MSME. അഗ്രികൾച്ചറിന് പുറമെ വേറൊരു പ്രയോറിറ്റി സെക്ടറാണ് ഇത് MSME യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ MSME എന്താണ് അല്ലേ, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നൊക്കെ നമ്മൾ നോക്കണം. ക്ലിയർ. മിക്കവാറും രാജ്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാലും, ക്ലിയർ, അത് USA ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള അഡ്വാൻസ് നേഷൻ എടുത്ത് നോക്കിയാൽ പോലും, ക്ലിയർ, അവിടെയുള്ള ആകെയുള്ള ഇൻഡസ്ട്രീസിൻ്റെ, ബിസിനസ്സിൻ്റെ, എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൻ്റെ 99% എന്ത് തന്നെയാണ്, ഈ സ്മോൾ ബിസിനസ്സാണ്. ക്ലിയർ. ഇൻ USA ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്, SBUs, ക്ലിയർ, ഓർ സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസസ് ഓർ സ്മോൾ ബിസിനസ് ഫേം, ക്ലിയർ, SBF. അങ്ങനെ സ്മോൾ ബിസിനസ് എന്നുള്ള പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്, ഇവിടെ US-ലൊക്കെ. ക്ലിയർ. നമ്മളിതിനെ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഒരു ടേമാണ് MSME. ഓക്കെ. ഇന്ത്യയിലത്തെ കേസും വ്യത്യാസമല്ല. ക്ലിയർ. ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസ് നോക്കുകയാണെങ്കിൽ 1% താഴെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ക്ലിയർ, ആകെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൻ്റെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ, ക്ലിയർ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ക്ലിയർ, ഏകദേശം 99% അധികം വരും. ക്ലിയർ. 1% കുറവ് മാത്രമാണ് എന്തിനുള്ളത്, ഈ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസ് അല്ലേ, നമ്മൾ ടാറ്റ അല്ലെങ്കിൽ ബിർള അല്ലെങ്കിൽ റിലയൻസ് അല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ വലിയ എൻ്റർപ്രൈസസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്, ക്ലിയർ, ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ സ്ഥാനം 1% താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, എംപ്ലോയ്മെൻ്റ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, GDP ആയിക്കോട്ടെ, എക്സ്പോർട്ട് ആയിക്കോട്ടെ, ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് ആയിക്കോട്ടെ, ഇതിലെല്ലാം നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് MSME അല്ലേ. അപ്പോൾ MSMEയെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ നോക്കുകയുണ്ടായി അല്ലേ, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ക്ലിയർ. അഗ്രികൾച്ചർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് MSME സെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഓക്കെ. അത് ഏകദേശം എന്ത് ചെയ്യുന്നു, നമ്മൾ 30 മുതൽ 40% എക്സ്പോർട്ട് ഏർണിംഗ് വരുന്നത് MSME സെക്ടറിൽ നിന്നാണ്. ഇവർ ഇങ്ങനെയുള്ള MSME യൂണിറ്റുകളിൽ നിന്നുള്ള എക്സ്പോർട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെയാണ് GDPയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും, ക്ലിയർ, 8 മുതൽ 10% വരെ GDPയുടെ കോൺട്രിബ്യൂഷൻ MSME സെക്ടർ ചെയ്യുന്നു. ക്ലിയർ. അങ്ങനെ ഓരോ മേഖലയിൽ എടുത്ത് നോക്കിയാലും ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ആയിക്കോട്ടെ, GDP ആയിക്കോട്ടെ, ഓക്കെ, ഇവിടെ എല്ലാം നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ MSME യൂണിറ്റുകൾക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് MSME യൂണിറ്റുകൾ എന്ത് ചെയ്യണം, ഡെവലപ്മെൻറ്റ് ചെയ്യണം അല്ലേ, അതിനെ സഹായിക്കണം, നർച്ചർ ചെയ്യണം, ക്ലിയർ, ഫെസിലിറ്റേറ്റ് ചെയ്യണം, അസിസ്റ്റ് ചെയ്യണം, അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം. ക്ലിയർ. സസ്റ്റെയിൻ ചെയ്യിക്കുകയും വേണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള പർപ്പസസിന് വേണ്ടി, അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, MSME ഡെവലപ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. ക്ലിയർ. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന 1990-കളിൽ ഉണ്ടായിരുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ SSI എന്നാണ് അതിനെ പറയുക. ക്ലിയർ. അങ്ങനെയുള്ള ഒരു ടേമിനെ നമ്മൾ മാറ്റി MSME എന്നുള്ളൊരു ടേമിലേക്ക് തന്നെ കൊണ്ടുവന്നു. ക്ലിയർ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഡെഫിനിഷനിലും എന്ത് വന്നു, ചേഞ്ചസ് വന്നു. ക്ലിയർ. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ്സ് ആൻഡ് സർവീസ് എക്യുപ്മെൻറ്റ്, ക്ലിയർ, സർവീസ് എൻ്റർപ്രൈസസ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഡെഫിനിഷൻസ് നേരത്തെ ഉണ്ടായിരുന്നു. ക്ലിയർ. പക്ഷേങ്കിൽ 2006 MSME ഡെവലപ്മെൻറ്റ് ആക്റ്റിൽ തന്നെ വ്യക്തമായിട്ട്, ക്ലിയർ, MSME യൂണിറ്റുകൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്. കാരണം എന്താ, മൈക്രോ യൂണിറ്റുകൾക്ക് നൽകുന്ന സബ്സിഡിയോ അസിസ്റ്റൻസോ കൺസെഷൻസ് അല്ല സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് നൽകുന്നത്, അവർക്ക് നൽകുന്നതല്ല മീഡിയം സ്കെയിൽ യൂണിറ്റ്. അപ്പോൾ ഓരോന്നിനും വേരിയഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മൈക്രോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മീഡിയം സ്കെയിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ക്ലിയർ. അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലുള്ള എൻ്റർപ്രൈസും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി we have specifically provided a definition in the act. ക്ലിയർ. അപ്പോൾ ഈ MSME ഡെവലപ്മെൻറ്റ് ആക്ട് അനുസരിച്ചിട്ട് തന്നെ ഡെഫിനേഷൻ ആക്റ്റിൽ തന്നെ അതിൻ്റെ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡെഫിനേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമ്മൾ 2020 വരെ കണ്ടിന്യൂ ചെയ്തു. ക്ലിയർ. 2017 ഇതിൻ്റെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചു. ക്ലിയർ. നേരത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു MSME യൂണിറ്റുകളുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്
നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ക്രൈറ്റീരിയ. ക്ലിയർ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്ലിയർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇത്ര രൂപയിൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ഇന്നതായിട്ട് പറയും. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ മൈക്രോ യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ ഒരു യൂണിറ്റ് ക്ലിയർ നേരത്തെ ക്ലിയർ 2006 കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഴയ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ക്ലിയർ? അത് 25 lakh rupees ആയിരുന്നു പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്. അപ്പോൾ 25 ലക്ഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് മൈക്രോ യൂണിറ്റ് എന്ന് പറയില്ല, അത് സ്മാൾ യൂണിറ്റ് ആയിട്ട് മാറും. ക്ലിയർ? അതുപോലെ അത് അതിൻ്റെ പരിധി എന്ന് പറയുന്നത് 25 ലക്ഷം മുതൽ 5 കോടി രൂപ വരെയുള്ള കേസസ് ഒക്കെ എന്തായിട്ട് പറയുന്നു, അതിനെ നമ്മൾ സ്മോൾ യൂണിറ്റ് എന്നാണ് പറയുക. ക്ലിയർ? 5 കോടി രൂപയിലേക്കാളും പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്തായിട്ട് പറയും നമ്മൾ? അപ്പോൾ വീണ്ടും നമ്മൾ അതിനെ കാറ്റഗറൈസേഷൻ ചെയ്യും. ക്ലിയർ? മീഡിയം സ്കെയിൽ, മീഡിയം 10 കോടി രൂപ വരെയുള്ളതിനൊക്കെ മീഡിയം എൻ്റർപ്രൈസസ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാറ്റഗറൈസേഷൻ ആയിരുന്നു 2006 മുതൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2017 സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചു ഈ കാറ്റഗറൈസേഷൻ ശരിയല്ല, GST ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു, കമ്പനികളൊക്കെ അല്ലെങ്കിൽ ബിസിനസ്സുകളൊക്കെ ടേൺ ഓവർ ചെയ്യുന്നുണ്ട്, സെയിൽസ് ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലേ GSTയുടെ ലോ അനുസരിച്ചിട്ടൊക്കെ പലപ്പോഴും ടേൺ ഓവർ ബേസ്ഡ് ആയിട്ടാണ് യൂണിറ്റുകളുടെ ടാക്സിൻ്റെ ലയബിലിറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേൺ ഓവർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ വേണമെന്ന് വെച്ച് അങ്ങനെ ഒരു ബില്ലൊക്കെ തയ്യാറാക്കി. ക്ലിയർ? ടേൺ ഓവറിൻ്റെ ലിമിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ലോക്സഭയിൽ പാസ്സാക്കി. പക്ഷേ രാജ്യസഭയിൽ പോയപ്പം അത് പാസ്സായില്ല, അവിടെ ഡിസ്കഷൻ വന്നു. ക്ലിയർ? പഴയ കാര്യം തന്നെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വന്നതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് തൽക്കാലം അത് നിർത്തിവെച്ചു. ക്ലിയർ? പക്ഷേ നമ്മൾ ഇപ്പോൾ 2020 ആയപ്പം അല്ലേ 2020 ജൂൺ മാസമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസൊക്കെ വന്ന് അല്ലേ നമ്മൾ രാജ്യം ലോക്ക്ഡൗൺ ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് MSME യൂണിറ്റുകൾക്ക് ക്ലിയർ ഒരു ബൂസ്റ്റിംഗ് ക്ലിയർ പാക്കേജ് എന്ന നിലയിൽ, ഒരു ഫിനാൻഷ്യൽ പാക്കേജ് എന്ന നിലയിൽ, അവരുടെ പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പാക്കേജ് എന്ന നിലയിൽ കൊണ്ടുവന്ന മെഷേഴ്സിൻ്റെ ഇടയിൽ എന്തുകൂടെ ചേർത്തു, MSMEയുടെ ഡെഫിനിഷൻ്റെ ചേഞ്ച് കൂടെ ചേർത്തു. ക്ലിയർ? അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്തു, MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006 അനുസരിച്ച് അതിൻ്റെ സെക്ഷൻ 7 അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിന് വെസ്റ്റഡ് ആയിട്ടുള്ള ചില പവേഴ്സ് ഉണ്ട്. Clear? So by exercising the powers of central government, clear, central government has notified the revised definition of MSME unit. Clear? അപ്പോൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റിവൈസ്ഡ് ഡെഫിനിഷനാണ്. അങ്ങനെയുള്ളൊരു റിവൈസ്ഡ് ഡെഫിനിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, MSME യൂണിറ്റുകളെ അറിയപ്പെടുന്നത്. ഈ റിവൈസ്ഡ് ഡെഫിനിഷൻ്റെ ഒരു പ്രത്യേകത എന്താ, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയും എടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ടേൺ ഓവറും എടുക്കുന്നുണ്ട്. ക്ലിയർ? ടേൺ ഓവർ ഇത്ര രൂപയിൽ കൂടുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര രൂപയിൽ കൂടുക, അപ്പോൾ അങ്ങനെ വരുന്ന ആ രീതിയിലാണ് എടുക്കുന്നത്. ക്ലിയർ? സോ നോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി നോട്ട് എക്സീഡിങ് ദിസ് മച്ച്, അതുപോലെ തന്നെ ആൻഡ് ക്ലിയർ ടേൺ ഓവർ, ആനുവൽ ടേൺ ഓവർ നോട്ട് എക്സീഡിങ് ദിസ് മച്ച് എമൗണ്ട്. ക്ലിയർ? അപ്പോൾ ഈ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് വരുന്നതുകൊണ്ട് ഇതൊരു കോമ്പസിറ്റ് ഡെഫിനിഷനായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ക്ലിയർ? അപ്പം അങ്ങനെ ടേൺ ഓവറും ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റും ടേൺ ഓവർ ലിമിറ്റും രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡെഫിനിഷൻ MSME യൂണിറ്റുകളുടെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ 2006 MSME ഡെവലപ്മെൻറ്റ് ആക്ട് അനുസരിച്ചിട്ട് ഇൻഡസ്ട്രികളെ, MSME യൂണിറ്റുകളെ 2 വിഭാഗമായിട്ട് തരംതിരിച്ചത്. ബേസിക്കലി ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം. അതിന് പുറമെ തന്നെ ഇതിന് 2 വിഭാഗമായിട്ട് കാറ്റഗറൈസ് ചെയ്തിരുന്നു. ഒന്ന് മാനുഫാക്ചറിങ് കൺസേൺസ്, 2 ക്ലിയർ സർവീസ് കൺസേൺസ്. ക്ലിയർ? ഇപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്, സർവീസ് യൂണിറ്റ്സ് ഉണ്ട്. മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ പ്രൊഡക്ഷൻ നടത്തുന്ന യൂണിറ്റുകളെയാണ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് എന്ന് പറയുക. സർവീസ് മാത്രം ചെയ്യുന്ന യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ, പ്രൊഫഷണൽ സർവീസോ അല്ലെങ്കിൽ ഫീസ് വാങ്ങിച്ചുകൊണ്ട് സർവീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന യൂണിറ്റുകളെ നമ്മൾ സർവീസ് യൂണിറ്റുകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ രണ്ടിനും വ്യത്യാസമായിരുന്നു ലിമിറ്റുകളൊക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് രണ്ടിനും വ്യത്യാസമാണ്. സോ ഫോർ എക്സാമ്പിൾ മൈക്രോ യൂണിറ്റിൻ്റെ കേസാണെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് 25 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല, സർവീസ് യൂണിറ്റുകളാണെങ്കിൽ അത് 10 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. ക്ലിയർ? സ്മോൾ സ്കെയിൽ ആണെങ്കിലോ 5 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം മാനുഫാക്ചറിങ് ആണെങ്കിൽ, പക്ഷേ സർവീസ് ആണെങ്കിൽ 2 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റും. ഇങ്ങനെ സർവീസ് ഇൻഡസ്ട്രീസും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും 2 കാറ്റഗറിയിലും വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ 2020 നമ്മൾ പുതിയ ഡെഫിനിഷൻ MSMEകൾക്ക് കൊണ്ടുവന്ന സമയത്ത് അതിനെ മാറ്റി. ക്ലിയർ? ഈ കാറ്റഗറൈസേഷൻ ഡിഫറൻസസ് മാറ്റി. ഇപ്പം എന്ത് ചെയ്യുന്നു, സർവീസസ് ഇൻഡസ്ട്രീസും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും ക്ലിയർ ഏത് തരത്തിലുള്ള യൂണിറ്റുകളാണെങ്കിലും അതിന് ഒരേ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ തന്നെയാണ് വരുന്നത്. ക്ലിയർ? ഒരേ തരത്തിലുള്ള ഡെഫിനിഷൻ തന്നെയാണ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് തന്നെയാണ് വരിക, ടേൺ ഓവർ ലിമിറ്റ് തന്നെയാണ് വരിക. ക്ലിയർ? സോ ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആൻഡ് സർവീസ് യൂണിറ്റ്സ്, ക്ലിയർ, in terms of the investment limit as well as turnover limit has been
നളിഫൈ, അതിന് നമ്മൾ വേണ്ടാന്ന് വെച്ചു. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്തു? ഒറ്റ കാറ്റഗറൈസേഷൻ, സർവീസ് യൂണിറ്റുകൾക്കും അതുപോലെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കും രണ്ടിനും കൂടെ ചേർത്ത് ഒറ്റ ഡെഫിനിഷനായിട്ട് പ്രൊവൈഡ് ചെയ്തു. ക്ലിയർ? അപ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു പ്രോസസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ COVID-19 ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ പാക്കേജസിൻ്റെ ഭാഗമായി സെൻട്രൽ ഗവൺമെൻറ് ഇതിനെ നോട്ടിഫിക്കേഷൻ ചെയ്യുകയും, ക്ലിയർ, ജൂൺ മാസത്തിലാണ് നോട്ടിഫൈ ചെയ്യുന്നത്. 1/7/2020 മുതൽ, ക്ലിയർ, ഈ പുതിയ ഡെഫിനിഷൻ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ക്ലിയർ? ഫ്രം 1st July 2020 onwards, the new revised definition, clear, has taken effect. അപ്പോൾ ഈ ഡേറ്റ് അല്ലേ, ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴെല്ലാം നമുക്ക് ഉള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് പുതിയ ഡെഫിനിഷനാണ്. ക്ലിയർ? സോ നൗ വി ആർ ലുക്കിംഗ് ഇൻ ടു ദി ന്യൂ ഡെഫിനിഷൻ ഓഫ് MSME. ഒരു MSME യൂണിറ്റുകളെ ഡെഫിനിഷൻ എന്താ? ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് എ മൈക്രോ എൻ്റർപ്രൈസ്, അതൊരു മൈക്രോ എൻ്റർപ്രൈസ് ആവണമെങ്കിൽ, അല്ലേ, രണ്ടെണ്ണം പറഞ്ഞു അല്ലേ, ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റാണ്, വേറൊന്ന് ടേൺ ഓവർ ലിമിറ്റ്, രണ്ടിൻ്റെയും ലിമിറ്റാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ? സോ മൈക്രോ എൻ്റർപ്രൈസ് ഈസ് എ യൂണിറ്റ് where the investment is up to 1 crore rupees and annual turnover is up to 5 crore rupees. Clear? 5 കോടി രൂപ വരെയുള്ള വാർഷിക വിറ്റുവരവും അതുപോലെ 1 കോടി രൂപയിൽ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയും വരികയാണെങ്കിൽ അതിനെന്ത് പറയും? മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റും എൻഹാൻസ് ചെയ്തു, ടേൺ ഓവറിൻ്റെ ലിമിറ്റും എൻഹാൻസ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കോമ്പോസിറ്റ് ആണ്, ആൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ആൻഡ് കൊടുക്കുമ്പോൾ എന്താണ്? അപ്പോൾ ഇതും പാലിക്കണം, ഇതും പാലിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ എന്താവും? അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മാറും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ അപ് ടു 1 crore rupees ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് 5 crore rupees ഓഫ് ടേൺ ഓവർ വിൽ ബി കാറ്റഗറൈസ്ഡ് ആസ് എ മൈക്രോ എൻ്റർപ്രൈസസ്. ക്ലിയർ? ദെൻ സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർ? സോ എ സ്മോൾ എൻ്റർപ്രൈസ് is one where the investment can be up to 10 crores of rupees and annual turnover is up to 50 crore rupees. Clear? 10 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും, ക്ലിയർ, 50 കോടി രൂപ വരെയുള്ള ടേൺ ഓവറും, ആനുവൽ ടേൺ ഓവറും ഉള്ള യൂണിറ്റുകളെ നമ്മൾ എന്ത് പറയുന്നു? സ്മോൾ എൻ്റർപ്രൈസസ് എന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇതിൽ കൂടുകയാണെങ്കിൽ, അല്ലേ, 1 കോടിയേക്കാളും കൂടിക്കഴിഞ്ഞാൽ, 1 കോടിയിൽ കുറവാണെങ്കിൽ നമ്മൾ അതിൻ്റെ മൈക്രോ എന്ന് പറയും. 1 കോടി കൂടി പക്ഷേ 10 കോടിയിൽ ഇടയിലാണ് ഉള്ളത്, അപ്പോൾ 1 crore to 10 crore വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? അതുപോലെ 5 crore to 50 crore വരെയുള്ള ടേൺ ഓവർ. ക്ലിയർ? അപ്പോൾ അതാണത്. ഓക്കെ, അപ്പോൾ 1 കോടി മുതൽ 10 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ അതുപോലെ 5 കോടി മുതൽ 50 കോടി രൂപ വരെയുള്ള ടേൺ ഓവർ ഉള്ള യൂണിറ്റുകൾ നമ്മൾ എന്ത് പറയുന്നു? സ്മോൾ എൻ്റർപ്രൈസസ് ആയിട്ട് പറയുന്നു. ദെൻ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? എ മീഡിയം എൻ്റർപ്രൈസ് ഈസ് വൺ where the investment is up to 20 crore. അല്ലേ, 10 കോടി വരെയുമ്പോൾ സ്മോൾ ആണ്. അപ്പോൾ 10 to 20 വരെ വരികയാണെങ്കിൽ 10 to 20 crore rupees of investment and 50 to 100 crores of rupees of turnover, annual turnover will be classified as a medium enterprise. അപ്പോൾ എന്താണ് ഒരു മൈക്രോ യൂണിറ്റ്, എന്താണ് ഒരു സ്മാൾ യൂണിറ്റ്, എന്താണ് ഒരു മീഡിയം എൻ്റർപ്രൈസ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഡെഫിനേഷൻ നമുക്കിതിലൂടെ കിട്ടും. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആക്ടിൽ തന്നെ ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. ക്ലിയർ? സോ സെൻട്രൽ ഗവൺമെൻറ് ഈസ് എംപവേർഡ് ടു മേക്ക്, ക്ലിയർ, നോട്ടിഫൈ ദ ലിമിറ്റ്സ്. അപ്പോൾ ആ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇത്തരത്തിലുള്ള ഡെഫിനേഷനിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട്, ക്ലിയർ, കുറച്ചുകൂടെ എൻ്റർപ്രനേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടി, ക്ലിയർ, ഇന്ത്യയുടെ എക്കണോമിക് ആക്ടിവിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ക്ലിയർ, കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ GDPയുടെ ഗ്രോത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി MSME യൂണിറ്റുകൾക്ക് ഒരു റിവൈസ്ഡ് ഡെഫിനിഷൻ, ക്ലിയർ, കുറേയധികം ഒരു പാക്കേജാണ് കൊണ്ടുവന്നത്. ഡെഫിനിഷൻ മാറ്റുക മാത്രമല്ല ചെയ്തത്, ക്ലിയർ, അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ക്ലിയർ, അങ്ങനെ അതുപോലെ ടാക്സ് വേവിങ്, ക്ലിയർ, ഒട്ടനവധി മെഷേഴ്സ് ഉണ്ട് MSME യൂണിറ്റുകൾക്ക്. ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ മീഡിയ ആ സമയത്ത്, അല്ലേ, മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇങ്ങനെയുള്ള പീരീഡിലുള്ള ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ക്ലിയർ, വളരെയധികം സ്കീംസിലൂടെ MSMEകളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? ന്യൂ ജനറേഷൻ പ്രോഗ്രാം ഫിനാൻഷ്യൽ പാക്കേജിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ക്ലിയർ? ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇതുവഴി MSME സെക്ടറുകൾക്ക് കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ, ഇതാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ്റെ പ്രത്യേകത എന്താ? ഈ ക്ലാസിഫിക്കേഷൻ്റെ നേച്ചർ അനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഇങ്ങനെയുള്ള അസിസ്റ്റൻസ്, മൈക്രോ എൻ്റർപ്രൈസസിന് കിട്ടുന്ന അസിസ്റ്റൻസിന്, അല്ലേ, ചിലപ്പോൾ സ്മോൾ എൻ്റർപ്രൈസസിന് കിട്ടില്ല.
സ്മോളിന് കിട്ടുന്നത് ചിലപ്പോൾ മീഡിയത്തിന് കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഇൻസെൻറ്റീവ്സും സബ്സിഡീസും കൺസെഷൻസും അസിസ്റ്റൻസും ഫെസിലിറ്റേഷനും ഒക്കെ കൊടുക്കുന്നതിന് ഈ യൂണിറ്റുകൾ തമ്മിലുള്ളൊരു ഇയർ മാർക്കിംഗ് അല്ലേ, അതിൻ്റെ ഡിഫറൻസിയേഷൻ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിഫറൻസിയേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. So the above definition is in terms of investment in plant and machinery and equipment. Clear? Investment in plant and machinery equipmentsum ഉൾപ്പെടുന്നതാണ് ക്ലിയർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ടേൺ ഓവർ, ക്ലിയർ, ടേൺ ഓവറിനെ ആനുവൽ ടേൺ ഓവർ കൂടെ അതിൽ ഉൾപ്പെടുത്തി, രണ്ടും കൂടെ ഒരു കോമ്പോസിറ്റ് ആയിട്ടാണ് വരിക. Now there is no difference between a manufacturing enterprise and a service enterprise. അല്ലേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ MSME ഡെവലപ്മെന്റ് ആക്ട് അനുസരിച്ച് നേരത്തെ മാനുഫാക്ചറിങ്ങിന് വേറെ ലിമിറ്റും സർവീസിന് വേറെ ലിമിറ്റും ആയിരുന്നു. ഇപ്പം രണ്ട് ബിസിനസ്സിനെ എന്ത് ചെയ്തു? ഒന്നിച്ച് ഒരേ രീതിയിലാക്കി മാറ്റി. ക്ലിയർ? ഇതുപോലെ തന്നെയാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്. ക്ലിയർ? എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? വലിയ വലിയ യൂണിറ്റുകൾക്ക് കമ്പോണൻസോ പാർട്സോ അല്ലെങ്കിൽ സ്പെയർസോ ഒക്കെ റോ മെറ്റീരിയൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നൽകുന്നതിന് വേണ്ടി അതിനോട് അഡ്ജസൻ്റ് ആയിട്ട്, ക്ലിയർ, അതിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന യൂണിറ്റുകളെയാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പം ആൻസിലറി യൂണിറ്റുകളുടെ കേസസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം അതിനൊക്കെ എന്ത് ചെയ്യുന്നു? MSME എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഒരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നില്ല. ക്ലിയർ? അത് ഏതും ആവാം. ക്ലിയർ? മാനുഫാക്ചറിങ് ആവാം, സർവീസ് ആവാം. ക്ലിയർ? ഏതാണെങ്കിലും ആൻസിലറി ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിലും എയ്തർ അല്ലേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടേൺ ഓവർ ലിമിറ്റ് അനുസരിച്ച് ഒന്നുകിൽ അത് എന്തായിട്ട് മാറും? മൈക്രോ ആയിട്ട് മാറും, അല്ലെങ്കിൽ സ്മോൾ ആയിട്ട് മാറും, അല്ലെങ്കിൽ മീഡിയം ആയിട്ട് മാറും. ക്ലിയർ? ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ആൻസിലറി യൂണിറ്റിനെ കുറിച്ചുകൂടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? എന്താണെന്ന് നോക്കാം. സോ ദീസ് യൂണിറ്റ്സ് പ്രൊവൈഡ് ഇൻപുട്സ് ടു അതർ ഇൻഡസ്ട്രീസ്. ക്ലിയർ? മറ്റുള്ള വലിയ വലിയ എൻ്റർപ്രൈസസിന് ഇൻപുട്സ് കൊടുക്കുന്ന ടൂൾസോ പാർട്സോ സ്പെയേഴ്സോ റോ മെറ്റീരിയലോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റുകളെയാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുക. ദീസ് ആർ എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പാർട്സ്, കമ്പോണൻസ്, ലൈറ്റ് എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ലൈക്ക് സൈക്കിൾ, സ്വിംഗ് മെഷീൻ, ക്ലിയർ, ഡീസൽ എഞ്ചിൻ, അല്ലേ, മെഷീൻ ടൂൾസ്, മാത്തമാറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ക്ലിയർ, ഓഫീസ് ആൻഡ് ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, എയർ കണ്ടീഷൻ, ഇങ്ങനെ ചെറിയ 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 പാർട്ടുകൾ ആവശ്യമുള്ള വളരെയധികം പ്രോഡക്റ്റുകളുണ്ട്. ക്ലിയർ? ചിലപ്പോൾ ഈ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത് അല്ലേ, ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കുക. ഈ കാർ മാനുഫാക്ചറിങ്ങിന് ചെറിയ ചെറിയ പാർട്ടുകൾ വേണം, ലൈറ്റ് പ്രോഡക്റ്റുകൾ വേണം. ഇതൊന്നും കമ്പനി ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാർ മാനുഫാക്ചർ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി ഔട്ട്സോഴ്സ്ഡ് ടു എ പർട്ടിക്കുലർ MSME യൂണിറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? നട്ടോ ബോൾട്ടോ അല്ലെങ്കിൽ അതിൻ്റെ റോഡോ, ക്ലിയർ, ആക്സലോ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ചെറിയ ചെറിയ കമ്പോണൻസ് നിർമ്മിച്ച് നൽകാൻ പറ്റും. അതിൻ്റെ സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് മാത്രം പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ വരുന്ന കേസസിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന യൂണിറ്റുകളെയാണ് ആൻസിലറി യൂണിറ്റ് എന്ന് പറയുക. ആൻഡ് ആൻസിലറി ഇൻഡസ്ട്രിയൽ യൂണിറ്റ് നീഡ്സ് ടു സപ്ലൈ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ് ടു അതർ ഇൻഡസ്ട്രീസ്. ക്ലിയർ? അപ്പോൾ ഒരു ആൻസിലറി യൂണിറ്റ് എന്ന് അറിയുന്നതിന് വേണ്ടി, ക്ലിയർ, അത് ആൻസിലറി യൂണിറ്റ് ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? അവരാകെ പ്രൊഡക്ഷൻ്റെ, ക്ലിയർ, ആകെ സപ്ലൈയുടെ 50% കുറയാത്തൊരു സപ്ലൈ മറ്റുള്ള യൂണിറ്റുകൾക്ക് നൽകുന്ന യൂണിറ്റുകളെ ആൻസിലറി യൂണിറ്റ് എന്ന് പറയുള്ളൂ. ക്ലിയർ? ഇപ്പോൾ ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ, ക്ലിയർ, 50% കുറയാത്ത ഒരു സപ്ലൈ, ക്ലിയർ, മറ്റുള്ള യൂണിറ്റുകൾക്ക്, ബിഗ് യൂണിറ്റുകൾക്കോ അല്ലെങ്കിൽ അതർ യൂണിറ്റ്സിനോ നൽകുകയാണെങ്കിൽ അവരെ ആൻസിലറി യൂണിറ്റ് ആയിട്ട് പറയാം. സോ ഇറ്റ് മേ ഫോൾ either under മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ക്ലിയർ? അപ്പോൾ നേരത്തെ ഇതിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എന്തായിട്ട് പറയുന്നു? അത് ഒന്നുകിൽ മൈക്രോ ആയിട്ടോ അല്ലെങ്കിൽ സ്മോൾ ആയിട്ടോ അല്ലെങ്കിൽ മീഡിയം ആയിട്ടോ അറിയപ്പെടും, ഏതിനനുസരിച്ച്? ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് അനുസരിച്ച്. പക്ഷേ ആൻസിലറി എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? 50% ഓഫ് ദി സപ്ലൈസ്. ക്ലിയർ? ദെൻ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. ഇപ്പോൾ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു export oriented unit. So export oriented units are those small scale units which export at least 30% of its annual production by the end of the third year of commencement of production. Clear? Okay, അപ്പോൾ പ്രൊഡക്ഷൻ, കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ തുടങ്ങി 3 വർഷത്തിനകം, ക്ലിയർ, 30% അറ്റ്ലീസ്റ്റ് 30% എങ്കിലും, ക്ലിയർ, ഓരോ വർഷവും 30% എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റുകളെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ 30% ഓഫ് എക്സ്പോർട്ടാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അല്ലേ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നു. ക്ലിയർ? അപ്പോൾ 30% കുറഞ്ഞാലോ അത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. ക്ലിയർ? അതിന് വേറൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവില്ല. എന്തിനാണ് ഇങ്ങനെ കൺസിഡറേഷൻ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? കാരണം എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിന് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് വേറെ കൊടുക്കും ഗവൺമെൻറ്. ക്ലിയർ?
അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അല്ലേ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറേ മെഷേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള അസിസ്റ്റൻസ് ഒക്കെ കിട്ടണമെങ്കിൽ അത് ആർക്കാണ് കിട്ടുക? എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിനാണ് കിട്ടുക. അങ്ങനെ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് ഒരു MSME അറിയപ്പെടണമെങ്കിൽ അല്ലേ, ഒരു മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് അറിയപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ആനുവൽ പ്രൊഡക്ഷൻ 30% കുറയാത്ത രീതിയിൽ. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ വർഷം അത് സാധിക്കുമോ? ചിലപ്പോൾ സാധിച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് ബൈ ദി എൻഡ് ഓഫ് 3rd ഇയർ, 3 വർഷത്തിൻ്റെ ഉള്ളിലെങ്കിലും ഓരോ വർഷവും ക്ലിയർ 30% വെച്ചിട്ട് ക്ലിയർ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വർഷമെങ്കിലും 30% വെച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആയിട്ട് പറയാം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ 30% എന്നുള്ളൊരു ക്യാപ്പ് വെച്ചിട്ടാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ക്ലിയർ? സോ ദിസ് മേ ബി എയ്തർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. ഇതിനെയും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റും മറ്റതൊക്കെ അനുസരിച്ച് മൈക്രോ ആയിട്ടോ സ്മോൾ ആയിട്ടോ മീഡിയം ആയിട്ടോ തന്നെ അറിയപ്പെടും. ക്ലിയർ? സോ ഓക്കെ, ഇപ്പം നിങ്ങളിപ്പം കാണുന്നത് സ്ക്രീനിൽ കാണുന്നത് എന്താ? നിങ്ങൾ നേരത്തെ നമ്മുടെ MSME ഡെവലപ്മെൻറ്റ് ആക്ട് അനുസരിച്ചുണ്ടാകുന്ന പഴയ ഡെഫിനിഷനും പുതിയ ഡെഫിനിഷനും തമ്മിലൊരു കമ്പാരിസനാണ്. ക്ലിയർ? സോ എക്സിസ്റ്റിംഗ് MSME ക്ലാസിഫിക്കേഷൻ നേരത്തെ എങ്ങനെയായിരുന്നു? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിനെ തന്നെ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്നും സർവീസ് എൻ്റർപ്രൈസസ് എന്നും ക്ലാസിഫൈ ചെയ്തിരുന്നു. ക്ലിയർ? അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റിൽ വ്യത്യാസമുണ്ട്. ക്ലിയർ? അതൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ക്ലിയർ, മൈക്രോ ആണെങ്കിൽ അത് 25 lakhും സർവീസ് ആണെങ്കിൽ 10 lakhുമാണ്. ക്ലിയർ? ഇനി സ്മോൾ സ്കെയിൽ യൂണിറ്റുകളാണെങ്കിലോ മാനുഫാക്ചറിങ് ആണെങ്കിൽ 5 crore rupees വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അതുപോലെ 2 കോടി രൂപ വരെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് സർവീസ് എൻ്റർപ്രൈസിന്. ക്ലിയർ? അതുപോലെ തന്നെ മീഡിയം ആണെങ്കിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് എക്സീഡിങ് 10 crore, 10 കോടിയിൽ കൂടാൻ പാടില്ല. സർവീസ് ഇൻഡസ്ട്രീസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് എക്സീഡിങ് 5 crore. ഇതാണ് നേരത്തെ ഡെഫിനിഷൻ. ക്ലിയർ? അപ്പോൾ അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? മാറ്റി അല്ലേ, റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ, കമ്പൈൻഡ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് എന്താ വരുന്നത്? ദാറ്റ് ഈസ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് എന്താ? 2 ക്രൈറ്റീരിയ വന്നു അല്ലേ. അവിടെ മാനുഫാക്ചറിങ് സർവീസും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് എക്സീഡിങ് 1 crore ആൻഡ് ടേൺ ഓവർ നോട്ട് എക്സീഡിങ് 5 crore. ക്ലിയർ? സ്മോൾ ആണെങ്കിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് എക്സീഡിങ് 10 crore, അതുപോലെ തന്നെ ടേൺ ഓവർ നോട്ട് എക്സീഡിങ് 50 crore. മീഡിയം ആണെങ്കിലോ ക്ലിയർ, മീഡിയം കേസിൽ നമുക്ക് അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് എക്സീഡിങ് 50 crore, ക്ലിയർ, ആൻഡ് ടേൺ ഓവർ നോട്ട് എക്സീഡിങ് 250 crore. ഓക്കെ, ഇപ്പം ഈ രീതിയിലുള്ള ഒരു ലിമിറ്റ്സ് ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലൊരു ടേബിളാക്കി വെക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതുന്നതിനും പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ എളുപ്പമായിരിക്കും. ക്ലിയർ? സ്റ്റേറ്റ് ദി ക്ലിയർ റിവൈസ്ഡ് ഡെഫിനിഷൻ ഓഫ് MSME പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അല്ലേ, MSME യൂണിറ്റുള്ള റിവൈസ്ഡ് ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ രീതിയിലൊരു ടേബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് അല്ലേ എക്സാമിനേഴ്സിനും അത് പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾക്കും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പം നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡാറ്റ കിട്ടും കേട്ടോ. സോ ഇങ്ങനെ ഒരു തീരുമാനം ക്ലിയർ റിവൈസ്ഡ് ഡെഫിനിഷനെ കുറിച്ച് തീരുമാനിക്കുന്നത് അതിൻ്റെ ഇത് വരുന്നത് എപ്പോഴായിരുന്നു? 1/6/2020 അതിൻ്റെ ഓർഡർ ഇറങ്ങുന്നത്, നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നത്. ബട്ട് ഇറ്റ് ഈസ് എഫക്റ്റീവ് ഫ്രം 1st July 2020. ക്ലിയർ? 1/7/2020 മുതലാണ് അതിൻ്റെ എഫക്റ്റീവ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് export turnover will not be counted in the limit of turnover for any category of MSME units. Clear? Whether micro, small or medium. Clear? ഈ ടേൺ ഓവറിൻ്റെ ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ലിയർ 50 കോടി രൂപയുടെ ടേൺ ഓവർ അല്ലെങ്കിൽ 250 കോടി രൂപയുടെ ടേൺ ഓവർ എന്നൊക്കെ 5 കോടി രൂപയുടെ ടേൺ ഓവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ലിയർ ഇത് എക്സ്പോർട്ട് ടേൺ ഓവർ അല്ലാതെയുള്ള ടേൺ ഓവറാണ്. അപ്പോൾ എക്സ്പോർട്ട് ടേൺ ഓവർ ഇതിന് എക്സ്ട്രാ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് ഒരു MSME യൂണിറ്റിന് 15 കോടിയുടെ ടോട്ടൽ ടേൺ ഓവർ ഉണ്ട്. ക്ലിയർ? അതിൽ 11 കോടി രൂപയും എക്സ്പോർട്ടാണ്, 4 കോടി രൂപ മാത്രമാണ് എന്ത് വരുന്നത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ടേൺ ഓവർ. അങ്ങനെയാണെങ്കിലും അതിന് എന്ത് യൂണിറ്റ് ആയിട്ടാണ് അറിയപ്പെടുക?
മൈക്രോ യൂണിറ്റ് ആയിട്ട് തന്നെ അറിയപ്പെടും. കാരണം എന്താ, ടേൺ ഓവർ വിൽ നോട്ട് ക്ലിയർ, എക്സ്പോർട്ട് ടേൺ ഓവർ വിൽ നോട്ട് ബി ടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് ക്ലാസിഫൈങ് ക്ലിയർ എ യൂണിറ്റ് ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേൺ ഓവറിലുള്ള ഈ ലിമിറ്റ് ഒരു എക്സംഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, so now let us see about the features or characteristics of small scale units or MSME units. അപ്പോൾ MSME യൂണിറ്റുകളുടെ പ്രത്യേകത അല്ലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സോ ദേ ആർ ജനറലി organized or run by individual entrepreneurs. So majority about 90% or 95% വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ 90% വരുന്ന എൻ്റർപ്രൈസസും സോൾ പ്രൊപ്പറേറ്ററി കൺസേൺസ് ആണ്. ക്ലിയർ. അപ്പോൾ MSME യൂണിറ്റുകളുടെ ഭൂരിഭാഗവും 90%-അധികവും ഇൻഡിവിജ്വൽ ഓണർഷിപ്പിൽ പ്രവർത്തിക്കുന്ന എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ്. നൗഡേയ്സ് പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് ഫോം ഓഫ് അണ്ടർടേക്കിംഗ് എക്സെട്ര അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും, അതുപോലെ തന്നെ നമ്മൾ കമ്പനീസ് ആക്ടിൻ്റെ അമെൻമെൻറ്റിന് ശേഷം OPC 1% കമ്പനീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ about 90% ഓഫ് ദി ടോട്ടൽ MSME യൂണിറ്റ്സ് ആർ functioning in a single ownership. That is proprietary concern. So they are organized and run by individual entrepreneurs. Then they are highly located industries, localized industries. MSME യൂണിറ്റുകൾ എന്താ, ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് ആണ്. ഇത് ലോക്കലൈസ്ഡ് ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ വികസിച്ചല്ലേ അവിടെ തന്നെ നിലനിൽക്കുന്ന ഇൻഡസ്ട്രീസ് ആണ്. ഗ്രാമപ്രദേശങ്ങളിലും സെമി അർബൻ ഏരിയയിലൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്. അവരവരുടെ ഗ്രാമങ്ങളിലോ അവരവരുടെ പ്രദേശങ്ങളിലുള്ള സാധ്യതകൾക്കനുസരിച്ചിട്ടായിരിക്കും ഇൻഡസ്ട്രീസ് അവിടെ ഉണ്ടാവുക അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പരുത്തിയൊക്കെ നിറയെ കിട്ടുന്ന സ്ഥലത്ത് ചിലപ്പോൾ സ്പിന്നിങ് മില്ലുകളോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ല ഇപ്പോൾ ഗ്രെയിൻ അല്ലേ, പാഡിയൊക്കെ നിറയെ കിട്ടുന്ന പാലക്കാടൊക്കെ ചിലപ്പോൾ അല്ലേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മില്ലുകളുണ്ടാവും, റൈസ് മില്ലുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. MSME യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നതാണ് അത്. റൈസിനൊക്കെ ഗ്രൈൻഡ് ചെയ്ത് റൈസാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്. അപ്പം ഇങ്ങനെ ഓരോരോ പ്രദേശങ്ങളിലും അവിടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കമോഡിറ്റിയോ റിസോഴ്സസോ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും ഉണ്ടാവുക. സോ ലോക്കൽ റിസോഴ്സസ് ഓഫ് MSME ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് ടു റൂറൽ ഏരിയ. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ആണ്, ഓരോരോ ഫീച്ചറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ദേ ആർ വൈഡ്ലി ഡിസ്പേഴ്സ്ഡ് in rural area, then highly decentralized over large geographical area of the country, and they are based on the local resources and they are localized industries. Then they require less capital. മറ്റുള്ള യൂണിറ്റുകളെ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിനെ കമ്പയർ ചെയ്യുമ്പോൾ MSME യൂണിറ്റുകളുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വളരെ കുറവാണ് അല്ലേ. ചെറിയ യൂണിറ്റ് ചെറിയ രീതിയിൽ പ്രവർത്തിക്കാം. അപ്പോൾ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും. സോ ദേ ആർ നോട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബട്ട് ലേബർ ഇൻറ്റൻസീവ് ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും മിക്കവാറും യൂണിറ്റുകളും. Okay, then they are fundamentally labor-intensive units, facilitating greater utilization of manpower and generating employment. Employment generation, അതുപോലെ manpower utilization ഒക്കെ സാധ്യമാക്കുന്ന തരത്തിൽ കരകൗശല വിദഗ്ധരോ അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന എല്ലാ കേസസിലും അവിടെ manpower ആണ് കൂടുതൽ വരിക, ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും ഉണ്ടാവുക. Then they involve the use of simple technology, indigenous technology, and intense use of individual skills leading to professional specialization. അവരവരുടെ ഇൻഡിവിജ്വൽ സ്കിൽസ് അല്ലേ. ഒരു കാർപ്പൻട്രി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ കാർപ്പൻറ്റേഴ്സിൻ്റെ സ്കിൽ ഉപയോഗിച്ചിട്ടായിരിക്കും അത് പ്രവർത്തിക്കുക. അങ്ങനെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. സിമ്പിൾ ടെക്നോളജീസ് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ക്ലിയർ. ഓക്കെ. They cater to the individual tastes and fashions of and render to the professionalized service to consumers. Clear. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, cater to the individual taste and fashions. ഓരോരോ ലോക്കലൈസ്ഡ് പ്രദേശങ്ങളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ അല്ലേ പ്രവർത്തിക്കുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും വിൽക്കുന്നതും മാർക്കറ്റും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതാത് പ്രദേശത്തുള്ള കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ ഇതിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റുകൾ സർവീസ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാനോ പറ്റും. Clear. And they are eligible for government assistances, patronage and also concessional finance by banks and financial institutions. MSME യൂണിറ്റുകളുടെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അല്ലേ പലതരത്തിലുള്ള ഗവൺമെൻറ് സ്കീമിലൂടെ അല്ലേ ഗവൺമെൻറ്റിൻ്റെ സ്കീമിലൂടെ തന്നെ എന്ത് കിട്ടുന്നു, കുറേയധികം ഫെസിലിറ്റേഷൻ, പാട്രണേജ് അല്ലേ എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടുന്നു, അല്ലെങ്കിൽ പ്രയോറിറ്റി കിട്ടുന്നു, ഒരു പ്രിഫറൻസ് കിട്ടുന്നു.
ക്ലിയർ, പ്രിഫറൻസ് ഇൻ കൺസിഡറേഷൻ, അതുപോലെ കൺസെഷണൽ ഫിനാൻസ്, ക്ലിയർ, ഗവൺമെൻറ് സ്കീംസിലൂടെയും അതല്ലാതെ ക്ലിയർ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലൂടെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയും ബാങ്കുകളിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നു, കൺസെഷൻ ഫിനാൻസ് കിട്ടുന്നു അല്ലേ. മുദ്രാ യോജന നിങ്ങൾ ഒരു പക്ഷേ കേട്ടുന്ന MSME ഫിനാൻസ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് വേണ്ടി നിശ്ചയ ശതമാനം മാറ്റിവെക്കണം. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ക്ലിയർ വളരെയധികം കൺസെഷണൽ ഫിനാൻസ് ആണ് അവർക്ക് കിട്ടുക. ഓക്കെ, then they can be easily established without much legal formalities. ലീഗൽ ഫോർമാലിറ്റീസ് വളരെയധികം ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം മിക്കവാറും ഓർഗനൈസേഷൻസും MSME യൂണിറ്റുകളും ഒന്നുകിൽ പ്രൊപ്പറേറ്ററി കൺസേൺസോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പൊക്കെ ആയിട്ടായിരിക്കും രൂപീകരിച്ചിട്ടുണ്ടാവുക. ക്ലിയർ. അപ്പോൾ വളരെയധികം ക്ലിയർ എളുപ്പത്തിൽ അതിനെ രൂപീകരിക്കാനും പ്രവർത്തിപ്പിക്കാനും ആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് ദേ ആർ ഫ്ലെക്സിബിൾ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല അല്ലേ, ചെറിയ ചെറിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അത് എന്നതുകൊണ്ട് they are more flexible than large scale enterprises. ക്ലിയർ. നമുക്ക് മാറ്റണോ മാറ്റാം, അല്ലെ നിർത്തണോ നിർത്തിപ്പോവാം. ക്ലിയർ. വലിയ നഷ്ടമൊന്നും സംഭവിക്കാനില്ല. ക്ലിയർ. ഒരു ലൊക്കേഷൻ മാറ്റി വേറെ ലൊക്കേഷനിൽ പോകണോ ചെയ്യാം. ക്ലിയർ. ഒരു പ്രോഡക്റ്റ് മാറ്റി വേറൊരു പ്രോഡക്റ്റ് പോകണോ പോവാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി, സം ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇവർക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. സോ ദേ ആർ more susceptible to change and highly clear reactive to receptive to socio-economic condition. Clear. socio-economic condition മാറുന്നതിനനുസരിച്ച്, ചേഞ്ചസ് വരുന്നതിനനുസരിച്ച്, ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ക്ലിയർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ ചേഞ്ച്. ക്ലിയർ. ബിക്കോസ് ദെയർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ലിമിറ്റ്. ക്ലിയർ. ദേ ആർ നോട്ട് യൂസിങ് മച്ച് എമൗണ്ട്. ക്ലിയർ. ഇൻ ഫിക്സഡ് അസറ്റ്സ്. ക്ലിയർ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. ഓക്കെ. അതുപോലെ തന്നെ സ്കിൽ ബേസ്ഡ് ആണ്, ലേബർ ഇൻറ്റൻസീവ് ആണ്. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് മാറാൻ പറ്റും. ആൻഡ് ദേ ആർ ഫ്രീ ഫ്രം റെഡ് ടൈപ്പിസം ആൻഡ് ബ്യൂറോക്രാറ്റിക് ഹാൻഡിക്യാപ്സ്. അല്ലേ. വലിയ വലിയ ഓർഗനൈസേഷൻസ് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒന്നും എവിടെ ഇല്ല, സ്മോൾ സ്കെയിൽ യൂണിറ്റിലില്ല. കാരണം ആകെ ഒരാളായിരിക്കും ഉണ്ടാവുക, അയാൾ തന്നെയാണ് മാനേജർ, അയാൾ തന്നെയാണ് ഓണർ, അയാൾ തന്നെയായിരിക്കും എല്ലാം അല്ലേ. അപ്പോൾ അവിടെ കറപ്ഷൻ വരുമോ ഇല്ല. റെഡ് ടേപ്പിസമോ അതുപോലെ തന്നെ ഹാൻഡിക്യാപ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ. അതുപോലെ തന്നെയാണ് MSMEകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ. there will be less red tapeism, bureaucratic handicaps in the case of MSME units, as these units are mostly established either in proprietary concern basis or in partnership basis, clear, etc. Then compared to large units, MSME units has a lesser gestation period. Clear. The gestation period വളരെ കുറവായിരിക്കും. Clear. The period after which the return on investment starts. Clear. നമുക്ക് റിട്ടേൺ കിട്ടുന്ന, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടുന്ന പീരീഡിനെയാണ് എന്താ പറയുക, ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുക. ക്ലിയർ. കിട്ടാൻ തുടങ്ങുന്നത് വലിയ വലിയ എൻ്റർപ്രൈസ് ആണെങ്കിൽ അത് തുടങ്ങുമ്പോൾ തന്നെ അല്ലേ, അതിൻ്റെ ഒരു പ്രോജക്റ്റ് കൺസീവ് ചെയ്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ചിലപ്പോൾ വർഷങ്ങളെടുക്കും അല്ലേ. വലിയൊരു എൻ്റർപ്രൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ലാൻഡ് അക്വയർ ചെയ്ത് പ്ലാന്റ് വാങ്ങിച്ച് അല്ലേ, ഫാക്ടറി കെട്ടി അതിനോട് ഇൻസ്റ്റാൾ ചെയ്ത് ട്രയൽ റൺ ചെയ്ത് റോ മെറ്റീരിയൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് ഇങ്ങനെ ഒട്ടനവധി പ്രോസസ്സ് കഴിഞ്ഞ് പോകുമ്പോൾ 1, 2, 3 വർഷങ്ങളൊക്കെ ആയിന്ന് വരും. പക്ഷേ ഒരു ചെറുകിട ഇൻഡസ്ട്രിക്ക് അത് ആവശ്യമുണ്ടോ ഇല്ല. അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് വളരെ കുറവാണ്. ക്ലിയർ. തുടങ്ങുന്ന സമയത്തിന് തൊട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിന് റിട്ടേൺ കിട്ടാൻ തുടങ്ങും. ക്ലിയർ. സോ ഇറ്റ് വിൽ ബി ഏബിൾ ടു മേക്ക് റവന്യൂ. ക്ലിയർ. റവന്യൂ കിട്ടാൻ തുടങ്ങുന്ന സമയം വരെയുള്ള പീരീഡിന് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയാം. ഓക്കെ. Then most of the MSME, the owner himself, herself act as a manager also. അല്ലേ. മാനേജറും എംപ്ലോയിയും ഓണറും ഒക്കെ ഒരേ ആൾ തന്നെ ആയിരിക്കും മിക്കവാറും കേസിൽ MSME യൂണിറ്റുകളുടെ. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ആകെയുള്ള MSME യൂണിറ്റുകളുടെ about 90% of the MSME units are organized in proprietary concern. അതുകൊണ്ട് തന്നെ എല്ലാം അല്ലേ, മാനേജറോ ഓണറോ എംപ്ലോയിയോ ഒക്കെ ഒരാൾ തന്നെ ആയിരിക്കും മിക്കവാറും കേസസിൽ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ക്ലിയർ ഇതും MSMEയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. സോ ദീസ് ആർ ഓൾ ദി characteristics of MSME units.